ഹലോ. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പക്ഷേ അതൊക്കെ വലിയ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഞാൻ എന്തൊട്ടാ ചെയ്യണമെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പല്ലൊക്കെ തേച്ചു. രാവിലെ കഴിഞ്ഞിട്ട് കുറച്ച് എനിക്ക് ബോർ അടിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ എടുക്കാമെന്ന്. പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി, രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് ഞാൻ തുണി അലക്കാനിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണി നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുള്ള സ്ഥലത്താണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ അങ്ങനെ ഞാൻ തുണി അലക്കാനിട്ടു. നമ്മുടെ വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മറ്റേ അലക്കോടിയോ മറ്റേ വാഷ് ജെല്ലോ ഉപയോഗിക്കേണ്ട. ഈ ഡ്രോപ്പ് ഉണ്ടല്ലോ, അത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അല്ലാത്ത ഫീച്ചേഴ്സൊക്കെ നോർമലാണ്. അപ്പോൾ ഞാൻ തുണി അലക്കാനിട്ടു. എന്നിട്ട് മേലെ ചെന്ന് വെതർ ഒന്ന് നോക്കി. മഴയാണ്. ചെടികളുടെയൊക്കെ നിറം മാറി. ചെടിയുണ്ടോ ചുമന്ന് നിൽക്കണേ. 2 ദിവസം മുന്നേ വരെ നോർമലായിരുന്നു. ഇന്ന് എന്തോ അത് വളരെ ഉജ്ജ്വലയായി നിൽക്കുന്നു, ചുമന്ത് തുടുത്ത്. അപ്പം ഞാൻ പാത്രം കഴുകാനിട്ടിരുന്നു ഇന്നലെ രാത്രി. നോർമലി നമ്മൾ പകലാണ് ഇതൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് സോളാർ ഉള്ളതുകൊണ്ട് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ മാക്സിമം പകലാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇന്നലെ ഞാൻ രാത്രി കഴുകി. പിന്നെ ഞാൻ അതെല്ലാം എടുത്തൊക്കെ വെക്കാൻ നോക്കി. പിന്നെ ഇതാട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കണ പാത്രം. നമ്മൾ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെയെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കാര്യമൊന്നുമില്ല. പിന്നെ 2-3 കയ്യിൽ തവികളൊന്നും വൃത്തിയായില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ മറ്റേ ഡിഷ് വാഷറിലിട്ടിട്ട് നേരെയായില്ല. പിന്നെ ഞാൻ രാവിലെ എൻ്റെ ജീരകം വെള്ളമാണ് കുടിക്കണം. ഒരു 50 ഡിഗ്രി വെള്ളത്തിൽ ഞാൻ ജീരകം ഇട്ടിട്ടാണ് കുടിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇതുപോലത്തെ കത്തിയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പല്ല് പോലെയുള്ള കത്തി. അപ്പോൾ അത് ഇങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മുറിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനൊരു മ്യൂസ്ലി എടുത്തു, ഓട്സ് എടുത്തു. അതിനകത്ത് കുറച്ച് സൺഫ്ലവർ സീഡും പംപ്കിൻ സീഡും ഇട്ടു. പിന്നെ ഞാൻ കിവി എടുക്കുന്നത്. കിവി ഞാനിങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട്, മഞ്ഞക്കിവിയാണ്, പച്ചയല്ല, 2ആക്കി മുറിച്ചിട്ട് ഇങ്ങനെ സ്പൂണ് വെച്ച് ചിരണ്ടിയാണ് എടുക്കുക. മഞ്ഞക്കിവി ആകുമ്പോൾ കുറച്ചുകൂടി മധുരം ഉണ്ടാകും. പച്ചയ്ക്ക് ഭയങ്കര പുളിയല്ലേ. അങ്ങനെ ഞാൻ കിവി എടുത്തു, ഒരു കുഞ്ഞുപ്പഴം എടുത്തു. പിന്നെ ഞാൻ കുറച്ച് ബ്ലൂബെറി ഇട്ടു. പിന്നെ എനിക്ക് പാൽ അലർജി, വയറുവേദന എടുക്കും, ലാക്ടോസ് ഇൻടോളറൻ്റ്. അപ്പം ഞാൻ നോ മിൽക്ക് എന്ന് പറയുന്ന സാധനമായിട്ടോ ഉപയോഗിക്കാം. പിന്നെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പാടുണ്ട്. അതിൻ്റെ ബയോപ്സി ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ചില്ല് ചെയ്യാം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, ഈ വെള്ളം കുടിച്ചതിന് ശേഷം, ഇതൊരു 700 ml വെള്ളമുണ്ട്. അത് ഞാൻ രാവിലെ കുടിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് നോർമലി കഴിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ ചെയ്ത കാര്യം. അപ്പം നിങ്ങളും ഒരു സൺഡേ അല്ലേ, അടിപൊളിയായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, ഭക്ഷണമൊക്കെ കഴിക്കുക. എന്നെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് ഏറ്റവും സന്തോഷം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.